ഓം കാർപ്പണ്യദോഷോ ഭഗതസ്വഭാവകവൃച്ചാമത്താം ധർമ്മസുമൂഢചേതക യശ്രേയസ്യാനിശ്ചിതം ലോകിതന്മേ ശിഷ്യസ്തേഹം ചാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഗീതയിലെ 17-ാം അധ്യായം ശ്രദ്ധാത്രയ വിഭാഗയോഗം 7-ാമത്തെ ശ്ലോകം. ആഘാരസ്തപി സർവസ്യ ത്രിവിധോ ഭവതി പ്രിയ യജ്ഞ തപ തഥാ ദാനം തേഷാം ഭേദമിമം ശൃണു. എല്ലാവർക്കും ഓരോ ആൾക്കും ആഹാരത്തിലുള്ള പ്രിയം പോലും 3 തരത്തിലാണ്. യജ്ഞം, തപസ്, ദാനം ഇവയും ഇങ്ങനെ തന്നെ 3 തരത്തിലാണ് പ്രകടമാകുക. അവയുടെ വ്യത്യാസം പറയാം, കേട്ടുകൊള്ളുക. അപ്പം ആഹാരം കഴിക്കുന്നത് അനുസരിച്ചു കൊണ്ടാണ് നമ്മുടെ സ്വഭാവം, സംസ്കാരം ക്രിയേറ്റ് ആകുന്നത്. ജന്മവാസനയും കർമ്മവാസനയും ഉണ്ടാകുന്നത് ഇച്ഛാശക്തിയെ ഉണർത്തി ക്രിയാശക്തിയിലേക്ക് എത്തിക്കുന്നതിന് ശരീരത്തിൻ്റെ അന്നമയമായ കോശത്തെ പരിപോഷിപ്പിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ എസൻസ് കൊണ്ടാണ് നമ്മുടെ സ്വഭാവം, ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരണമായിട്ടുള്ള ഇച്ഛാശക്തി ഉണരുന്നതും. അതായത് ടോട്ടലി നമ്മുടെ ക്യാരക്ടർ മേക്കിങ്ങിൽ, നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഏറ്റവും പ്രാധാന്യമുണ്ട്. ആഹാരം, ഏത് തരത്തിലുള്ള ആഹാരം കഴിക്കുന്നോ അതനുസരിച്ചുള്ള സ്വഭാവം ക്രിയേറ്റ് ആകുന്നു. ജനിച്ചപ്പം മുതൽ സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ പ്രത്യേകതയാണ്. അതേ അനുസരിച്ചുകൊണ്ട് ഏത് തരത്തിലുള്ള സ്വഭാവം സംസ്കാരമായിട്ട് രൂപീകരിച്ച് അതനുസരിച്ചുകൊണ്ട് കർമ്മവാസനയും ജന്മവാസനയും പ്രകടമായി ആ കർമ്മങ്ങൾ അനുസരിക്കുമ്പോൾ, അതായത് യജ്ഞഭാവന വരുന്നതും തപസ്, ദാനം ഇവ, അതായത് യജ്ഞ ദാന തപ കർമ്മങ്ങൾ ചെയ്യണം. അത് ഉപേക്ഷിക്കാൻ ആർക്കും സാധ്യമല്ല. പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ നിരീശ്വരവാദികളും യുക്തിവാദികളും ഭക്തിവാദികളും എല്ലാവരും മനുഷ്യരും ഒരേപോലെ. പ്രകൃതി തന്നെ യജ്ഞഭാവനയിലും തപസ്സും ഇല്ലെങ്കിൽ ദാനകർമ്മങ്ങളിലും ഒക്കെ ശ്രേഷ്ഠമായിട്ട് ഈശ്വരീയ ശക്തികളെ കൊണ്ട് തന്നെയാണ് പ്രപഞ്ച പരിപാലനം നടക്കുന്നത്. അതുകൊണ്ട് ജന്മസിദ്ധമായിട്ട് തന്നെ എല്ലാ ഘടകങ്ങൾക്കും സൃഷ്ടിയുടെ ആ പരികൽപ്പനയിൽ തന്നെ ഈ യജ്ഞദാന തപകർമ്മങ്ങളുടെ ഒരു പ്രേരണ ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ട് ഈശ്വരൻ നിജപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ആരും മുക്തനല്ല. ഒരു നിരീശ്വരവാദി പോലും ജീവിച്ചിരിക്കണമെങ്കിൽ അവന് അനുഷ്ഠിക്കേണ്ടതായ വിധിക്കപ്പെട്ട ചില കർമ്മങ്ങളുണ്ട്. അത് ചെയ്യാതെ ഒരിക്കലും അവർക്ക് നിലനിൽക്കാൻ സാധ്യമല്ല എന്നർത്ഥം. അത് ഭക്തിവാദിയാണെങ്കിലും അതായത് യാതൊരു വിധ വിഭാഗീയതയോ പക്ഷപാതവും ഇല്ലാതെ ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഒരു വ്യവസ്ഥിതി ഈശ്വരൻ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. സൃഷ്ടിയോടൊപ്പം തന്നെ അത് പ്രകടമായിട്ടുണ്ട്. അത് ആഹാരവിഹാരാദികളിലും നമ്മുടെ ചാൽചലനങ്ങളിലും എല്ലാത്തിലും ഇത് ബാധകമാണെന്നർത്ഥം. അതുകൊണ്ട് അതേ 3 വിധത്തിലാണ് ഇതൊക്കെ പ്രകടമാക്കുക. ആഹാരം കഴിക്കുന്ന ആഹാരത്തിലുള്ള പ്രിയം വരാനും, ഏത് തരത്തിലുള്ള ആഹാരം കഴിക്കുന്നു എല്ലാവർക്കും ഒരാൾക്ക് ഇഷ്ടമുള്ളത് മറ്റൊരാൾക്ക് ഇഷ്ടമല്ല. എനിക്കിഷ്ടമുള്ളത് മറ്റുള്ളവർക്ക് ഇഷ്ടമായിക്കൊള്ളുന്ന നിർബന്ധമൊന്നുമില്ല. അപ്പം ഈ ഇഷ്ടാനിഷ്ടങ്ങളിൽ തന്നെ ആഹാരവിഹാരങ്ങളിൽ പോലും നമുക്ക് ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്. വസ്ത്രം തിരഞ്ഞെടുക്കുന്നതിലുണ്ട്, കർമ്മങ്ങളിലുണ്ട്. എന്തൊക്കെ നമ്മൾ ചലനാത്മകമായിട്ട് ചെയ്യുന്നുണ്ടോ അതിലൊക്കെ ബാധകമാണെന്നർത്ഥം. അതേകൊണ്ട് ഭക്തിഭാവത്തിൽ പ്രകടമാകുന്ന യജ്ഞം, ദാനം, തപസ് എന്നിവ പ്രകടമാക്കുന്നതിലും അതൊക്കെ അവരവരുടെ സ്വഭാവം അനുസരിച്ച് ത്രിവിധാ ഭവതി ശ്രദ്ധ എന്ന് ഭഗവാൻ ഇതിനു മുമ്പ് തന്നെ പറഞ്ഞു. ഈ 3 തരത്തിലുള്ള ശ്രദ്ധയോടുകൂടിയായിരിക്കും നമ്മൾ ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ, ആഹാരം കഴിക്കുന്നതിനും മറ്റ് യജ്ഞദാന തപകർമ്മങ്ങളിലും 3 തരത്തിലായിരിക്കും ശ്രദ്ധയുണ്ടാവുക. അത് നമ്മുടെ സ്വഭാവം അനുസരിച്ചുണ്ട്. സാത്വികമാണോ രാജസമാണോ താമസമാണോ അതനുസരിച്ച് നമ്മുടെ സ്വഭാവം ക്രിയേറ്റ് ആകും. ആ സ്വഭാവം അനുസരിച്ചായിരിക്കും ഈ 3 വിധത്തിലുള്ള ശ്രദ്ധ. അതുകൊണ്ടാണ് ഒരേ അച്ഛൻ്റെയും അമ്മയുടെയും മക്കളായിട്ട് 3 മക്കൾ ജനിച്ചാൽ 3 പേരുടെ സ്വഭാവവും ശ്രദ്ധയും ഒക്കെ 3 വിധത്തിലായിരിക്കും. ഒരാൾ സാത്വികനാണെങ്കിൽ സാത്വിക ശ്രദ്ധയായിരിക്കും. രജോ ഗുണത്താൽ ഉള്ള മകനാണെങ്കിൽ രജോ ഗുണാത്മകമായ ശ്രദ്ധയായിരിക്കും. തമോ ഗുണമുള്ളവന് തമോ ഗുണാത്മകമായ ശ്രദ്ധയായിരിക്കും. അവരെന്ത് ചെയ്താലും യജ്ഞം, ദാനം, തപസ്, കർമ്മ വ്യവസ്ഥാപിതമായിട്ട് ഈശ്വരവിശ്വാസം ഇല്ലെങ്കിൽ തന്നെ അതൊക്കെ ചെയ്യുന്നതിൽ ഒക്കെ യജ്ഞം, ദാനം, തപസ്സൊക്കെ എല്ലാവരും ചെയ്തുകൊണ്ടായിരിക്കണം. അത് ചെയ്യാതെ ഈ പ്രകൃതി തന്നെ നിലനിൽക്കില്ല എന്നർത്ഥം.
അപ്പൊ ഭക്തിമാർഗത്തിൽ മാത്രമല്ല യജ്ഞം, ദാനം, തപസ് നടക്കുന്നത്. ഈ പ്രകൃതിയുടെ നിയമം അനുസരിച്ചുകൊണ്ട് അതിന്റെ പരിപാലനത്തിന് ആവശ്യമായതൊക്കെ പ്രകൃതിയിൽ നിജപ്പെടുത്തി വെച്ചത് നടക്കുന്നുണ്ട്. അതൊക്കെ സംഭവിക്കുന്നത് 3 വിധത്തിലാണ്. അതേപ്പറ്റി വിസ്തരിച്ച് ഞാൻ പറയാം, കേട്ടുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യം തന്നെ അടിസ്ഥാനമായിട്ട് ജന്മവാസനയ്ക്കും കർമ്മവാസനയ്ക്കും നമ്മുടെ സ്വഭാവത്തെയും ക്രിയേറ്റ് ചെയ്യുന്ന പ്രധാനമായിട്ടും നമ്മുടെ കഴിക്കുന്ന ആഹാരമാണ്. അതുകൊണ്ട് ആഹാരത്തിന്റെ ത്രിവിധ ഭേദത്തെ ഭഗവാൻ പറയുകയാണ്. അതാണ് ഇവിടെ 8ാമത്തെ ശ്ലോകം തൊട്ട് 10ാമത്തെ ശ്ലോകം വരെ ആഹാരത്തെ പറ്റി മാത്രമാവണം ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ആഹാരം എത്തരത്തിലുള്ളതായിരിക്കണം? നമുക്ക് സാത്വികനാകണമെങ്കിൽ ഏത് തരത്തിലുള്ള ആഹാരം കഴിക്കണം? അതായത് യഥാർത്ഥ അറിവ് നേടാൻ തത്വണ്ണം സാത്വിക സ്വഭാവം നമ്മളിൽ വളർത്തിയെടുക്കണമെങ്കിൽ ഏത് തരത്തിലുള്ള ആഹാര രീതി നമ്മൾ തുടരണം എന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കണം. വെറുതെ വായിച്ചു പോയിട്ടോ ഭഗവാൻ ഇന്നൊക്കെ പറഞ്ഞേക്കണേന്ന് പറഞ്ഞ് കാണാപ്പാടം പഠിച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല. ഇതിൽ നമ്മൾ പ്രായോഗികത്തിൽ നമ്മുടെ ജീവിതക്രമത്തിൽ മാറ്റം വരുത്തണം. ആഹാരമാണ് സ്വഭാവത്തെ ക്രിയേറ്റ് ചെയ്യുന്നത് പറഞ്ഞു. അതുകൊണ്ട് സ്വഭാവത്തിൽ ഈ ജന്മത്തിൽ തന്നെ പരിവർത്തനം വരുത്തിയാൽ അത് അനുസരിച്ചുള്ള ജന്മം നമുക്ക് അടുത്ത ജന്മത്തിലും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് ഗീതയുടെ പ്രത്യേകത. അപ്പം ആഹാരമാണ് നമ്മുടെ സ്വഭാവത്തെ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ, ഒരു സംസ്കാരം വളർത്തുന്നതെങ്കിൽ ആ സംസ്കാരത്തിന് അടിസ്ഥാനപരമായിട്ട് ശരീരം ആണ് പ്രകൃതിയിൽ നിന്ന് കിട്ടിയതാണ്. അത് നിലനിൽക്കുന്നത് ഗുണത്രയങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ ഗുണത്രയങ്ങളുടെ വേരിയേഷൻസ് അനുസരിച്ചുകൊണ്ടാണ് നമ്മുടെ സ്വഭാവം ഉണ്ടാകുന്നത്. ആ സ്വഭാവം ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ. അപ്പൊ സാത്വിക ആഹാരം കഴിച്ചാലുള്ള പ്രത്യേകത എന്താണ്? രജോ ഗുണാത്മകമായ ആഹാരം കഴിച്ചാലുള്ള പ്രത്യേകത എന്താണ്? തമോ ഗുണാത്മകമായ ആഹാരം കഴിച്ചാലുള്ളത്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ആഹാരം തന്നെ 3 തരത്തിലായിരിക്കും. അപ്പൊ 3 കൂട്ടർക്കും, സാത്വിക പ്രകൃതിയുള്ളവർക്ക്, സാത്വിക സ്വഭാവമുള്ളവർക്ക് സാത്വിക ആഹാരമായിരിക്കും ഏറ്റവും പ്രിയം. ഇനി രജോ ഗുണ സ്വഭാവമുള്ളവർക്ക്, മനുഷ്യർ കൂടുതലും രജോ ഗുണാത്മകമായ സ്വഭാവം കാണിക്കാൻ അടിസ്ഥാനം ഈ രജോ ഗുണാത്മകമായ ആഹാരപ്രിയരാണ് മനുഷ്യർ പൊതുവെ. അതിൽ തന്നെ തമോ ഗുണപ്രിയരായിട്ടുള്ളവരുമുണ്ട്. അതുകൊണ്ട് അവരുടെ സ്വഭാവം തമോ ഗുണാത്മകമായിട്ട് മാറും. അതിലുള്ള വ്യത്യാസം എന്തെന്ന്, ആഹാരത്തിലുള്ള വ്യത്യാസം എന്തെന്ന് ഭഗവാൻ പറയുന്നത് കേൾക്കുക. അതനുസരിച്ചുകൊണ്ട് നമ്മുടെ ആഹാര വിഹാരാദികൾ ഏതൊക്കെ തരത്തിൽ മാറ്റം വരുത്തണമെന്ന് സ്വയം നിശ്ചയിച്ചുകൊണ്ട്, സാത്വികനാണെങ്കിൽ അതനുസരിച്ചുള്ള ആഹാരം കഴിക്കണം. ഇനി രജോ ഗുണാത്മകമായിട്ടുള്ള പ്രവൃത്തികൾക്കാണ് ഇച്ഛിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള സ്വഭാവം വളർത്തണം എന്നുണ്ടെങ്കിൽ രജോ ഗുണാത്മകമായ ആഹാരം കഴിക്കാം. ഇനി തമസാണ് വർദ്ധിപ്പിക്കുന്നതെങ്കിൽ ആ തമോ ഗുണാത്മകമായ ആഹാരം കഴിക്കാം. ഏത് തരത്തിലുള്ള ആഹാരം കഴിക്കുന്നോ, സാത്വിക ആഹാരം സ്ഥിരമായിട്ട് കഴിക്കുന്നവർ സാത്വിക പ്രകൃതിയായിട്ട് മാറും. രജോ ഗുണാത്മകമായിട്ട് ആഹാരം കഴിക്കുന്നവർ രജോ ഗുണാത്മകമായ പ്രകൃതിയോടുകൂടി സ്വഭാവത്തോടുകൂടി വർദ്ധിക്കും. തമോ ഗുണാത്മകമായ ആഹാരം കഴിക്കുന്നവർ അത്തരത്തിലുള്ള സ്വഭാവത്തിലേക്ക് മാറുക തന്നെ ചെയ്യും. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരം നിലനിൽക്കുന്നിടത്തോളം കാലം നിത്യനൈമിത്യ കർമ്മങ്ങളുടെ ശരീരം കേടുകൂടാതെ കാത്ത് സംരക്ഷിക്കണം. അതിനുതകുന്ന ആഹാരം ഏതാണെന്ന് ആദ്യം തന്നെ ഭഗവാൻ പറയുന്നതില് നമ്മൾ തിരിച്ചറിയണം. എല്ലാത്തിലും ഗുണദോഷമുണ്ടെന്ന് മനസ്സിലാക്കിക്കോളൂ. എന്ത് തന്നെ ആഹാരമാണെങ്കിലും അതില് ഒരു തരത്തിൽ ഗുണമുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ അതിന് ദോഷവും ഉണ്ടാകും. അപ്പൊ സ്ഥായിയായ ഗുണം ചെയ്യുന്നത് എന്താണ്? അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ആയു സത്വ ബലാരോഗ്യ സുഖപ്രീതി വിവർധനാഹ രസ്യ സന്നിഗ്ധ സ്ഥിരാഹൃത്യ ആഹാര സാത്വികപ്രിയ. ആയുസ്, ആത്മബലം, ആരോഗ്യം, സുഖം, പ്രീതി എന്നിവ വർദ്ധിപ്പിക്കുന്നവയും രസമുള്ളവയും അഥവാ സ്വാദുള്ളവയും കൊഴുപ്പ് ചേർന്നവയും സ്ഥായിയായ ഗുണം അഥവാ ദേഹത്തിന് പുഷ്ടികരം ആയിട്ടുള്ളവയും കാണുമ്പോൾ തന്നെ സന്തോഷം ഉളവാക്കുന്നതുമായ ആഹാരം സാത്വികന്മാർക്ക് പ്രിയപ്പെട്ടവയാകുന്നു. ഇത്തരമുള്ള ആഹാരം ഇഷ്ടപ്പെടുന്നവർ പ്രായേണ സാത്വിക പ്രകൃതികളായിരിക്കുമെന്ന് അനുമാനിക്കാം. അപ്പോൾ സ്വാത്വികത വർദ്ധിച്ചാൽ യഥാർത്ഥ അറിവ് ലഭിക്കും. തമോ ഗുണത്തെയും രജോ ഗുണത്തെയും നമുക്ക് കൃതകൃത്യമായിട്ട് നിയന്ത്രണത്തിൽ ഉപയോഗിക്കാൻ സാധിക്കണം എന്ന് ഞാൻ ഇതിനു മുമ്പ് തന്നെ പറഞ്ഞു. ഗുണത്രയം പറഞ്ഞപ്പോൾ അതിനെയൊന്നും ഉപേക്ഷിക്കാൻ സാധ്യമല്ല. അതൊക്കെ വേണ്ട സമയത്ത് ഉപയോഗിക്കണം. തമസിനെ ഒരിക്കലും വളർത്തരുത്. എന്നാൽ അത് ശരീരത്തിന് വിശ്രമം നൽകാൻ വേണ്ടിയിട്ട്, റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം തമസിനെ ഉപയോഗിക്കാവുള്ളൂ.
രജോ ഗുണാത്മകമായ പ്രകൃതി കൊണ്ട് നമുക്ക് ശരീരം പോലും മറന്നിട്ട് ഇച്ഛിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുക. അതായത് കർമ്മകുശലത രജോ ഗുണത്തിൽ നിന്നാണ് ഉണ്ടാവുക. അപ്പൊ രജോ ഗുണം ഇല്ലാതെ നമ്മുടെ കർത്തവ്യ കർമ്മങ്ങൾ ചെയ്യാൻ സാധ്യമല്ല. പക്ഷേ ഇത് യഥാവിധി ഈശ്വര സാക്ഷാത്കാരത്തിന് ഉതകുന്ന വിധത്തിൽ ചെയ്യണമെങ്കിൽ, അതിനുള്ള അറിവും കൂടെ ആധ്യാത്മിക നിഷ്ഠ വയ്ക്കണമെങ്കിൽ നമ്മൾ സാത്വികത കൂടെ വളർത്തിക്കൊണ്ടുവരണം. നമ്മുടെ സ്വഭാവത്തിൽ ജന്മനാൽ തന്നെ സാത്വികത സ്വഭാവം ഏറ്റവും കുറവായിരിക്കും, അഥവാ അറിവ് തന്നെ കുറവായിരിക്കും. അവിദ്യാദി ദോഷങ്ങളാകുന്നതൊക്കെ നിറഞ്ഞിരിക്കും. തമോ ഗുണത്തിന് അധിപന്മാരായിട്ട് ജനിക്കുക, അറിവ് യഥാർത്ഥ അറിവ് ഇല്ലാതെ വരിക. ആ അറിവ് വർദ്ധിക്കണമെങ്കിൽ സാത്വിക പ്രകൃതിയെ സംസ്കരിച്ചെടുക്കണം, അതിനെ കടഞ്ഞെടുക്കണം. അതിനാദ്യം ചെയ്യേണ്ടത് സാത്വിക ആഹാരം കഴിക്കുക. ആ സാത്വിക ആഹാരം എന്തൊക്കെയാ? നമ്മുടെ ആയുസ്സും ആത്മബലം, ശരീരത്തിന് പുഷ്ടി നൽകുന്നത്, ആരോഗ്യം, സുഖം, പ്രീതി എന്നിവ വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള ആഹാരമാണ് സാത്വികമായിട്ടുള്ള ആഹാരം. അത് പൊതുവെ കണ്ടാൽ തന്നെ നമുക്ക് സന്തോഷത്തെ ജനിപ്പിക്കും. അതിൽ രസവും സ്വാദുമുള്ളതായിരിക്കും, കൊഴുപ്പും ചേർന്നതായിരിക്കും. ഇത്തരത്തിൽ കാണുമ്പോൾ തന്നെ സന്തോഷത്തെ ഉളവാക്കുന്നതായ ആഹാരം സാത്വികന്മാർക്ക് പ്രിയപ്പെട്ടതാണ്. അപ്പൊ സാത്വിക സ്വഭാവം വളർത്തണമെങ്കിൽ ഈ സാത്വിക ആഹാരം കഴിക്കണം. സാത്വിക സമയത്ത് എഴുന്നേക്കണം, സാത്വിക ആഹാരത്തിൽ പ്രിയമുണ്ടാകും. ഇനി സാത്വിക ആഹാരം എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ആഹാര? ഭഗവാൻ പറഞ്ഞു, ആയുസ്സും ആരോഗ്യം ആത്മബലവും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാത്വിക ആഹാരം കഴിക്കണം എന്ന് പറഞ്ഞു. എന്താ ഈ സാത്വിക ആഹാരം? നമ്മളെല്ലാവരും ബ്രാഹ്മണർ വരെ തെറ്റായിട്ട് ധരിച്ചു വെച്ചിരിക്കുന്നത് സസ്യാഹാരം സാത്വികമാണെന്ന്. ആദ്യം നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനുഷ്യജന്മം മാംസബുക്കല്ല, സസ്യബുക്കാണ്. അത് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതിൽ ഗുണദോഷം ഉള്ളതിനെ തിരിച്ചറിയണം. ഇനി സാത്വികാഹാരം എന്ന് പറയുന്നത് എല്ലാവരും കരുതിയിരിക്കുന്നത് സസ്യാഹാരം കഴിച്ചാൽ അതൊക്കെ സാത്വികമാണെന്നാണ്. ഇനി യഥാർത്ഥത്തിൽ സാത്വിക ആഹാരം എന്ന് പറയുന്നത് ഈശ്വരന്മാർക്ക് നിവേദിക്കാൻ എടുത്തു വയ്ക്കുന്ന ആഹാരമാണ്. അതായത് നമ്മളൊരു പൂജയ്ക്കോ ഇല്ലെ വേദവൈദിക കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് സസ്യലതാദികളിൽ നിന്ന് ഉൽപ്പന്നമായിട്ടുള്ള ആഹാരമാണ് യഥാർത്ഥത്തിൽ സാത്വിക ആഹാരം. അത് വേദവൈദിക കർമ്മങ്ങൾക്ക് മസാലയൊന്നും ചേർക്കാതെ നിവേദിക്കാൻ വേണ്ടി എടുത്തു വയ്ക്കുന്ന ആഹാരമാണ് യഥാർത്ഥത്തിൽ സാത്വിക ആഹാരം എന്ന് പറയുന്നത്. അത് പാചകം ചെയ്താൽ തന്നെ 2.5 മണിക്കൂറിനകം തന്നെ നിവേദിച്ച് നമ്മൾ എടുക്കാറുണ്ട് പ്രസാദമായിട്ട്. ഇതാണ് യഥാർത്ഥത്തിൽ പ്യുവർ സാത്വിക ആഹാരം എന്ന് പറയുന്നത്. പരിശുദ്ധമായ സാത്വിക ആഹാരം എന്ന് പറയുന്നത് ഈശ്വരന്മാർക്ക് നമ്മൾ നിവേദിക്കാൻ എടുക്കുന്ന ആഹാരമാണ്. അത് പാചകം ചെയ്താൽ 2.5 മണിക്കൂർ, മാക്സിമം 3 മണിക്കൂറിനകം നിവേദിച്ച് അത് പ്രസാദമായിട്ട് കഴിക്കുന്നതാണ് യഥാർത്ഥ സാത്വിക ആഹാരം. ഇനി ആ നിവേദിച്ച ആഹാരം തന്നെ എടുത്തിട്ട് അതിൽ മസാല ചേർത്താൽ രജോ ഗുണം ഉണ്ടാകും. എരിവും പുളിയും സ്വാദിഷ്ടമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലതൊക്കെ ചേർക്കൂലോ. അതാണ് രജോ ഗുണ ആഹാരത്തെ പറ്റി പറയുന്നത്. കഡ്വാമ്ല ലവണ തൃഷ്ണ തീഷ്ണ രൂഷവിദാഹിന ആഹാര രാജസേ ശ്രേഷ്ഠ ദുഃഖശോകമയപ്രദ. അത്യധികം എരിവ്, പുളി, ഉപ്പ്, ചൂട്, ചവർപ്പ് എന്നിവ ചേർന്ന് പുകച്ചിലും എരിച്ചിലും ഉണ്ടാക്കുന്നവയും ദുഃഖത്തിനും അസുഖത്തിനും അഥവാ രോഗങ്ങൾക്കും കാരണമാകുന്നതായ ആഹാരങ്ങൾ രജോഗുണ പ്രധാനികൾക്ക് പ്രിയപ്പെട്ടതാകുന്നു. അപ്പൊ അത്യുഷ്ണത്തിലെ അതിശബ്ദം കൊണ്ട് കഡ്വാമ്ല ലവണാദികളെ എല്ലാം തന്നെ യോജിപ്പിക്കേണ്ടതാണെന്ന് ശങ്കരഭാഷ്യം പറയുന്നു. അതായത് സാത്വികാഹാരം എന്ന് പറയുന്നത് ഈശ്വരന്മാർക്ക് നിവേദിക്കാൻ എടുക്കുന്നതാണ്. അതേ ആഹാരം തന്നെ എടുത്തിട്ട് അതിൽ സ്വാദിഷ്ടമാക്കാൻ പറഞ്ഞിട്ട് ഇതിൽ വേണ്ടിയിട്ട് എരിവും പുളിയും ഉപ്പും ഇങ്ങനെ മസാല ചേർത്താൽ, ഏത് തരത്തിലുള്ള മസാല ചേർത്താലും അതിൽ നിന്നുണ്ടാകുന്ന രജോ ഗുണ സ്വഭാവമായി. അത് സ്ഥിരമായിട്ട് കഴിച്ചാൽ അവർക്കൊക്കെ രജോ ഗുണാത്മകമായിട്ടുള്ള സുഖായിരിക്കും, ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ആഹാരമായിരിക്കും ഇഷ്ടപ്പെടുക. അതിൻ്റെ പരിണത ഫലം എന്തായിരിക്കും? അത്തരത്തിലുള്ള ആഹാരം സ്ഥിരമായിട്ട് കഴിച്ചാൽ അതിൽ നിന്ന് ദുഃഖത്തിനും അസുഖങ്ങൾക്കും രോഗങ്ങൾക്കും കാരണമായി ഭവിക്കും.
ഇത് രജോ ഗുണ പ്രധാനന്മാരായിട്ട് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ മനുഷ്യർ പൊതുവെ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച മനുഷ്യർ പോലും ഈ രജോ ഗുണാത്മകമായിട്ടുള്ള ആഹാരമാണ് അവർക്കെല്ലാം പ്രിയം. അതുകൊണ്ട് മനുഷ്യരിൽ പൊതുവെ രജോ ഗുണാത്മകമായ സ്വഭാവം, ഇനി സാത്വിക സ്വഭാവം മാംസാദി ഭക്ഷണങ്ങൾ കഴിക്കാതിരുന്നാലും സസ്യാഹാരം മാത്രം കഴിക്കുന്നവരാണെങ്കിൽ പോലും അതിൽ പാചകം ചെയ്തതിന് ശേഷം സ്വാദിഷ്ടമാക്കാൻ വേണ്ടിയിട്ട് മസാലകൾ ചേർത്തിട്ട് കഴിച്ചാൽ, എരിവ്, പുളി, ഉപ്പ് ഒക്കെ തോന്നുന്ന ആ വികാരങ്ങളെ ഉണ്ടാക്കുന്നതായ ആഹാരം കഴിച്ചാൽ അതിൽ നിന്ന് രജോ ഗുണ സ്വഭാവം ക്രിയേറ്റ് ആകും. അതുകൊണ്ട് നിവേദിക്കാൻ വച്ചിരിക്കുന്ന സസ്യാഹാരം തന്നെ ഭഗവാന് നിവേദിച്ച ശേഷം അത് കഴിക്കാൻ വേണ്ടിയിട്ട് സ്വാദിഷ്ടമാക്കിയിട്ട് നമ്മൾ കഴിച്ചാൽ അതിൽ നിന്ന് രജോ ഗുണം ഉണ്ടാകും. നമ്മളങ്ങനെയാണല്ലോ, നിവേദിച്ച ചോറ് ആരും കഴിക്കില്ല. ഇപ്പൊ എവിടെ പ്രസാദം കൊടുക്കുന്നു എന്ന് പറഞ്ഞാലും ഗുരുവായൂരടക്കം അന്നദാനം നടത്തുന്നുണ്ടെങ്കിൽ ഭഗവാന് നിവേദിച്ച അതേ ഭക്ഷണമാണോ അവിടെ അന്നദാനം നടത്തുന്നത്? അതൊന്നുമല്ല. അന്നദാനം എന്ന പേര്, അത് പ്രസാദമാക്കാൻ വേണ്ടിയിട്ട് പോലും അതിൽ ലേശം നിവേദിച്ചത് ചേർക്കാൻ പറഞ്ഞിട്ട് പോലും ചേർക്കുന്നില്ല. അപ്പൊ പിന്നെ എങ്ങനെയാ അത് പ്രസാദമാകുക? അപ്പൊ അതിലെല്ലാം എരിവും പുളിയും ഇത്തരത്തിലുള്ള മസാല ചേർത്തിട്ടുള്ള ആഹാരം. അപ്പൊ എല്ലാവരും രജോ ഗുണത്തെ ക്രിയേറ്റ് ചെയ്യാനുള്ള സംസ്കാരമാണ് നമ്മൾ ഭക്തിയോഗത്തിൽ പോലും അനുഷ്ഠിക്കുന്നത് എന്നർത്ഥം. ക്ഷേത്രങ്ങളിൽ പോലും നിവേദിച്ച പ്രസാദമേ കൊടുക്കാവൂ കഴിക്കാൻ. ഞാൻ ഗീതാ സപ്താഹം നടത്തുന്നിടത്തൊക്കെ പറയും, അന്നദാനം സദ്യയായിട്ട് നടത്തരുത്, അഥവാ അത് വേണ്ടാന്ന് തന്നെ ഞാൻ പറയാറ്. കാരണം എന്താ, ഇന്ന് ഈ 4 കൂട്ടം കറിയും പപ്പടവും കാച്ചും പൊരിച്ചതും ഒക്കെ കൊടുത്തിട്ട് എല്ലാവരും രജോ ഗുണം വർദ്ധിപ്പിക്കുന്ന യഥാർത്ഥ ഭക്തിമാർഗത്തിലേക്ക് തിരിക്കാനുള്ള ആഹാരവും അന്നദാനവും ഒന്നും അല്ല നടക്കുന്നത്. അത് കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നവരാ സത്സംഗത്തിൽ വരുന്നവർ വരെ. അപ്പൊ അതിൽ നിന്ന് രജോ ഗുണം ക്രിയേറ്റ് ആകും. അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തമോ ഗുണത്തിന് അടിമയായിട്ട് ഇരിക്കുന്നവർ തന്നെ അവിടെ ഇരുന്ന് ഉറങ്ങും, ഇല്ലെങ്കിൽ വീട്ടിൽ പോയി കിടന്നുറങ്ങും. അവിടെ ഇരുന്നിട്ട് ഒരു സത്സംഗവും കേൾക്കില്ല. ഊണ് കഴിഞ്ഞാൽ പിന്നെ ആരെയും വേദിയിൽ കാണാറില്ല. അപ്പൊ അതുകൊണ്ട് അന്നദാനം ഇത്തരത്തിൽ ചെയ്യണ്ടെന്ന് ഞാൻ പറയാം. അത് അഥവാ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിർബന്ധമാണെങ്കിൽ ഭഗവാന് നിവേദിച്ച ആ നിവേദ്യം എടുത്തു കൊടുത്തോളൂ. അത് കഴിച്ചിട്ട് അവിടെ ഇരിക്കുന്നവർ ഉറങ്ങുമൊന്നുമില്ല. അതാണ് സാത്വിക ആഹാരം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് മനുഷ്യർ പൊതുവെ അന്നപ്രിയരാണ്. ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ജനിച്ചത്. ജനിച്ചപ്പോൾ തൊട്ട് കരച്ചിൽ തുടങ്ങിയതും അവർ വയറിന് വേണ്ടിയിട്ടാണ്. ജീവിതത്തിന്റെ പകുതി ഭാഗവും അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ആഹാരം ഉണ്ടാക്കാനും അതിനുള്ള സാധനങ്ങൾ സ്വരൂപിക്കാനും അത് പാചകം ചെയ്യാനും അത് കഴിക്കാനും അതിന് ശേഷം പാത്രം മഴക്കി വെക്കാനും ഇതിനൊക്കെയാണ് ജീവിതത്തിന്റെ പകുതി സമയം നമ്മൾ കഴിച്ചു കൂട്ടുന്നത്. എവിടെയെങ്കിലും ഗസ്റ്റായിട്ട് ചെന്നാൽ പോലും ആദ്യം തന്നെ കഴിക്കാൻ എന്തെങ്കിലും വേണോ എന്നാണ് ചോദിക്കാൻ എടുത്തുകൊണ്ട് വരുന്നത്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ആഹാരത്തിനാണ് ഒന്ന് ജീവിതത്തിന്റെ പകുതി സമയം നമ്മൾ ഉറങ്ങി കഴിച്ചു കൂട്ടും. കുംഭകർണന്മാരാണ്. പിന്നെ ഉണർന്നിരിക്കുന്ന സമയത്ത് തന്നെ അതിന്റെ പകുതി സമയം ഈ ആഹാര വിഹാരാദികളിലായിരിക്കും ശ്രദ്ധ. അത് കഴിക്കുന്നതൊക്കെ ഈ രജോ ഗുണാത്മകമായ ആഹാരമായിരിക്കും. ഭക്തിയുള്ളവർ പോലും ഇനി സസ്യാഹാരം കഴിക്കുന്നവരായാൽ പോലും നിരന്തരം ദുഃഖത്തിനും രോഗങ്ങൾക്കും കാരണമാകുന്ന ആഹാര വിഹാരാദികളാണ് തുടരുന്നത്. അതുകൊണ്ട് ആരും രോഗമുക്തരാകുന്നില്ല. നമ്മൾ കഴിക്കുന്ന ആഹാരം അനുസരിച്ചുകൊണ്ട് അന്നമയമായ ശരീരത്തെ, ഈ സ്ഥൂലമായ ശരീരത്തെ പോഷിപ്പിക്കാനുള്ളതാണ് ആഹാരം. അപ്പൊ ഭഗവാൻ തന്നെ 6-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, യുക്താഹാര വിഹാരസ്യ യുക്ത ദേശസു കർമ്മസു. ഒരു നേരം ആഹാരം കഴിക്കുന്നയാള് യോഗി, 2 നേരം കഴിക്കുന്നയാള് ഭോഗി, 3 നേരം കഴിക്കുന്ന ആള് രോഗി, 4 നേരം കഴിക്കുന്ന ആള് ദ്രോഹി, 5 നേരം കഴിച്ചാൽ മഹാദ്രോഹി. ഇപ്പൊ ഗുരുവായൂരടക്കം ഒരു സമയത്ത് ഞാൻ കണ്ടതാണ്, 5 നേരം ഭക്ഷണം കൊടുക്കുന്ന ഒരു രീതിയൊക്കെ തുടങ്ങി. ഒക്കെ സ്പോൺസേർഡ് ആണ്. സർക്കാരിന് അല്ലെങ്കിൽ ദേവസ്ഥനോ യാതൊരു ചെലവുമില്ല. അത് പാചകം ചെയ്യാനുള്ള ആൾക്കാരും അതിനുള്ള സാധനങ്ങളും അതിനുള്ള മിഷനറീസും എല്ലാം സ്പോൺസർ ചെയ്യാൻ ആളുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ വളർത്തപ്പെടുന്നത് എന്താ? ഈ രജോ ഗുണം. മനുഷ്യർ പൊതുവേ തന്നെ രജോ ഗുണ സ്വഭാവത്താലാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി ഭക്തിയുടെ പ്രഭാവത്തിൽ നടക്കുന്നവരെ പോലും രജോ ഗുണം വളർത്താനുള്ള ആഹാരം രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിൽ നിന്ന് താപത്രയങ്ങൾക്കും ബന്ധനത്രയങ്ങൾക്കും കാരണമായി ഭവിക്കും. അത്തരത്തിലുള്ള സംസ്കാരമായിരിക്കും വളർന്നു വരിക. ഇനി തമോ ഗുണാത്മകമായ ആഹാരം കഴിച്ചാൽ എന്താ ഗതി? യാതയാമം ഗതരസം പൂതി പരീക്ഷിതം ചെയ്യത് ഉച്ഛിഷ്ടമപി ചാമേദ്യം ഭോജനം താമസപ്രിയം. പഴകിയതും സ്വാദ് നഷ്ടപ്പെട്ടതും ദുർഗന്ധമുള്ളതും തലേനാൾ പാകം ചെയ്തതും
ഉച്ഛിഷ്ടമായതും അശുദ്ധവുമായ ആഹാരമാണ് താമസ പ്രകൃതികൾക്ക് പ്രിയം. അപ്പൊ മാംസ്യാഹാരം എല്ലാം തന്നെ ഈ വകുപ്പിലെ പെടും. ഇനി സസ്യാഹാരം തന്നെ, സാത്വികാഹാരം ഭഗവാന് നിവേദിക്കാനെടുക്കുന്ന ആഹാരം എന്ന് പറഞ്ഞു. അത് തന്നെ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിച്ചാൽ അതിൽ നിന്ന് തമോ ഗുണം ഉണ്ടാകും. ഇനി മസാലയൊക്കെ ചേർത്തിട്ട് പാചകം ചെയ്തതിന് ശേഷം 3 മണിക്കൂർ ശേഷമാണ് കഴിക്കുന്നതെങ്കിൽ അതും തമോ ഗുണത്തെ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ പഴകിയതും സ്വാദ് നഷ്ടപ്പെട്ടതും, പഴകുന്നതനുസരിച്ച് യഥാർത്ഥ സ്വാദ് നഷ്ടപ്പെടുന്നു പറഞ്ഞു അല്ലേ? കണ്ടാൽ തന്നെ നമുക്ക് സന്തോഷം ജനിപ്പിക്കുന്നതായ ആഹാരം സാത്വികാഹാരം എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഈശ്വരനെ നിവേദിക്കാൻ എടുക്കുന്ന ആഹാരമാണ് സാത്വികാഹാരം എന്ന് പറഞ്ഞു. അതേ ആഹാരം പ്രസാദമായാൽ പോലും, നിവേദിച്ചിട്ട് ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദമായിട്ട് കൊണ്ടുവരുന്ന പായസം പോലും പാചകം ചെയ്തതിന് ശേഷം 3 മണിക്കൂറിന് ശേഷമാണ് കഴിക്കുന്നതെങ്കിൽ അത് തമോ ഗുണത്തെ ഉണ്ടാക്കും, പഴകിയതായിട്ട് മാറും. നമുക്കൊരു സ്വഭാവം ഉണ്ടല്ലോ, എച്ചിൽപ്പെട്ടി എന്നാ ഞാൻ പറയാ, ഫ്രിഡ്ജിനകത്തേക്ക് എടുത്തു വെക്കും പ്രസാദം പോലും കൊണ്ടുവന്നാൽ. വെള്ളം വരെ തിളപ്പിച്ചിട്ട് അത് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് വച്ചിട്ട് 1-2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കുടിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് തമസുത്പാദനം. അപ്പൊ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചിട്ടുള്ള ആഹാരം കഴിക്കുന്നത് എല്ലാവരും, ഇപ്പൊ നമ്മൾ പുറത്തു പോയിട്ട് ആഹാരം കഴിച്ചാലും വേണ്ടില്ല, നമ്മുടെ വീട്ടിലാണെങ്കിലും വേണ്ടില്ല, എല്ലാ ഇത്തരത്തിലുള്ള പഴകിയ സംസ്കാരമാണ് നമ്മൾ വളർത്തുന്നത്. അതായത് തമോ ഗുണത്തെ വളർത്തുന്ന ആഹാരമാണ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് അത് പിന്നീട് ചൂടാക്കി കഴിക്കുന്നത് ഏറ്റവും വലിയ അപകടം. അപ്പം പഴകിയതും യഥാർത്ഥ സ്വാദ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ പാചകം ചെയ്താൽ 2.5 മണിക്കൂറിനകം കഴിക്കണം. അത് കഴിഞ്ഞാൽ അത് പഴകിയതായിട്ട് മാറും, അതിൻ്റെ യഥാർത്ഥ സ്വാദ്, ഒറിജിനാലിറ്റി നഷ്ടപ്പെടും. പിന്നെ കുറേശ്ശെ ദുർഗന്ധമൊക്കെ വരും. പിന്നെ തലേനാൾ പാചകം ചെയ്ത ആഹാരത്തിന്റെ കാര്യം പ്രത്യേകം പറയണ്ടല്ലോ. ഉച്ഛിഷ്ടമായതും ബാക്കിയുള്ളതൊക്കെ എടുത്തു വയ്ക്കുക, അതിനാണ് എച്ചിൽപ്പെട്ടി എന്ന് പറയാം. അശുദ്ധവും അത്തരത്തിലുള്ള ആഹാരം താമസ പ്രകൃതികൾക്ക് പ്രിയമായിരിക്കും. ചില ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ആഹാരമായിരിക്കും ഏറ്റവും ഇഷ്ടം. ചില മൃഗങ്ങൾക്കുണ്ടല്ലോ പഴകിയതൊക്കെ എടുത്തു കഴിച്ചാൽ കഴിക്കുന്നതൊക്കെയാണ്, വിസർജ്യ വസ്തുക്കൾ കഴിക്കുന്ന മൃഗങ്ങളുണ്ട്. അപ്പൊ ഇത്തരത്തിൽ തമോ ഗുണത്തെ വളർത്തുന്ന ആഹാരമാണ് നമ്മൾ. എഴുന്നേൽക്കുന്നതും താമസിച്ചായിരിക്കും എഴുന്നേൽക്കുന്നത്, താമസിച്ച് കിടക്കും. അപ്പൊ കഴിക്കുന്ന ആഹാരവും രാത്രി കഴിക്കുന്നതും താമസിച്ചായിരിക്കും കഴിക്കുക. ഉറങ്ങുന്നതും താമസിച്ച്, പിന്നെ എഴുന്നേൽക്കുന്നതും താമസിച്ച്. എഴുന്നേറ്റ് വന്നാൽ ഫ്രിഡ്ജ് തുറന്നിട്ടായിരിക്കും വെള്ളം വരെ എടുത്തു കുടിക്കുക. അപ്പം അവിടെയൊക്കെ ക്രിയേറ്റ് ആക്കുന്നത് തമോ ഗുണമാണ്. പിന്നെ എല്ലാ കാര്യത്തിനും താമസമാണ്. യഥാർത്ഥ അറിവോടുകൂടി പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ആഹാരത്തിൽ മാറ്റം വരുത്തണം. മാംസ്യാഹാരം കഴിച്ചാലുള്ള പ്രത്യേകത എന്താക്കുക ഞാൻ ഇതിനു മുമ്പും പറഞ്ഞതാ. അപ്പം ഒരു പ്രാവശ്യം നിങ്ങൾ നോൺ വെജിറ്റേറിയൻ ആഹാരം ഒരു നേരം ആഹാരത്തിൽ എത്ര ക്വാണ്ടിറ്റി ആണോ അതനുസരിച്ചിട്ട് കഴിച്ചാൽ തന്നെ അതിൻ്റെ നെഗറ്റീവ് സംവേദനങ്ങൾ ഒരു മനുഷ്യ ശരീരത്തിൽ 60 ഡേയ്സ് വരെ പ്രവർത്തിക്കും, ഒറ്റ പ്രാവശ്യം മാംസ്യാഹാരം കഴിച്ചാൽ. അപ്പൊ ദിവസം കഴിച്ചാലത്തെ കഥ പറയണോ? അത് തന്നെ ഇപ്പോഴത്തെ കാലത്ത് ഹോർമോൺസ് ഒക്കെ ഇഞ്ചക്ട് ചെയ്തിട്ട് പെട്ടെന്ന് വളർച്ച പ്രാപിക്കാൻ വേണ്ടിയിട്ട് 3 മാസം കൊണ്ട് വളർച്ച പ്രാപിക്കേണ്ട ഒരു മൃഗത്തെ പെട്ടെന്ന് ഹോർമോൺ കുത്തിവെച്ചിട്ട് വളർത്തിയിട്ട് 45 ദിവസം കൊണ്ട് പൂർണ്ണ വളർച്ച എത്തിയിട്ട് മാർക്കറ്റിൽ കൊണ്ടെത്തിക്കുന്ന രീതിയൊക്കെ ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പുറത്തുനിന്ന് വരുന്ന ആഹാര രീതിയൊക്കെ ഫോളോ ചെയ്താൽ, നേരിട്ട് നമ്മൾ മേടിച്ചിട്ട് ഒറിജിനൽ ആണെന്ന് പറഞ്ഞ് വെച്ച് കഴിച്ചാൽ പോലും ഇത്തരത്തിൽ ഹോർമോൺസിന്റെ എസൻസ് ഒക്കെ ശരീരത്തിൽ പ്രവേശിക്കും, യാതൊരു സംശയമില്ല. അപ്പൊ പിന്നെ ഹോട്ടലുകളിൽ നിന്നൊക്കെ പഴകിയതും പുഴുത്തതും ഒക്കെ കഴിച്ചാലത്തെ ഗതി പറയണ്ടല്ലോ. അപ്പൊ മാംസ്യാഹാരം ഒറ്റ നേരം നമ്മൾ ഒരു പ്രാവശ്യം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിച്ചാൽ തന്നെ അതിന്റെ നെഗറ്റീവ് സംവേദനങ്ങൾ 60 ദിവസം വരെ ഒരു മനുഷ്യ ശരീരത്തെ പ്രവർത്തിക്കും. അപ്പൊ ദിവസവും കഴിച്ചാലത്തെ ഗതി എന്തായിരിക്കും? ഇനി അതേപോലെ തമോ ഗുണത്തെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ലഹരി പദാർത്ഥങ്ങൾ. അത് മയക്കുമരുന്നായിക്കോട്ടെ, പുകയില ആയിക്കോട്ടെ, മദ്യമായിക്കോട്ടെ, ഇതൊക്കെ ഒറ്റ നേരം ഒരു ഡോസ് കഴിച്ചാൽ മതി. അത് 90 ഡേയ്സ് വരെ അതിന്റെ നെഗറ്റീവ് സംവേദനങ്ങൾ ശരീരത്തിൽ പ്രവർത്തിക്കും. അപ്പൊ ദിവസം കഴിച്ചാലത്തെ ഗതി പറയണ്ടല്ലോ. അവരൊക്കെ അധോ ജന്മത്തിലേക്ക് പോകുന്നുള്ള യാതൊരു സംശയവുമില്ല. അപ്പൊ അതുകൊണ്ട് ആഹാരവിഹാരികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നർത്ഥം. അപ്പൊ ഇത്തരത്തിലുള്ള നമുക്ക് ജന്മസിദ്ധമായിട്ട് തന്നെ അനേക ജന്മങ്ങളിൽ സംഭരിച്ചിരിക്കുന്ന വാസനാബലമാണ് ഈ ജന്മത്തിൽ നമുക്ക് ആഹാരത്തിൽ
പ്രിയവും അപ്രിയവും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ എനിക്കിഷ്ടമുള്ളത് മറ്റുള്ളവർക്ക് ഇഷ്ടമുണ്ടായിരിക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇഷ്ടാനിഷ്ടങ്ങൾ വ്യത്യസ്തമാണ്. അത് അവരവരുടെ സംസ്കാരം, ജന്മവാസന, സത്വരജ സത്വഗുണത്തിന്റെ പ്രഭാവം കൂടെയുള്ളവർ സാത്വികരായിട്ട് ജനിക്കുന്നവർക്ക് ഈ ആദ്യം പറഞ്ഞ വകുപ്പിലുള്ള ആഹാരമായിരിക്കും അവർക്ക് പ്രിയം. നമുക്ക് തന്നെ വീടുകളിൽ ശ്രദ്ധിച്ചറിയാം, ബാക്കി എല്ലാവരും മാംസാഹാരം കഴിക്കുന്നവരായാലും ചില കുട്ടികൾ തന്നെ ജന്മത്തിൽ തന്നെ എനിക്കിത് ഇഷ്ടമല്ല എന്ന് പറയുന്നവരുണ്ട്. ബാക്കി എല്ലാവരും കഴിച്ചോട്ടെ. ചിലർ പാചകം ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കും, പക്ഷെ സ്വയം കഴിക്കാത്തവരുമുണ്ട്. ചിലർക്ക് ഇതില്ലാതെ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്തവരുമുണ്ട്. ചിലർ ആ പാചകം ചെയ്ത് കഴിഞ്ഞാൽ തണുപ്പിച്ച് കഴിഞ്ഞിട്ടേ ആഹാരം കഴിക്കും, അവർക്ക് തണുത്തതാ ഇഷ്ടം. അപ്പൊ ഇവിടെയൊക്കെ നമ്മുടെ സ്വഭാവമാണ് ഈ ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത്. അതിന് കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരം. പൂർവ്വജന്മാർജിതമായിട്ടുള്ള സംസ്കാരത്തെ വളർത്തി ഈ ജന്മത്തിൽ ശരീരം കിട്ടിയാലും പൂർവ്വജന്മാർജിതമായിട്ടുള്ള ഇന്ദ്രിയങ്ങളും മനസ്സും ചേർന്നിട്ടാണ് ജീവനെ വലിച്ചുകൊണ്ട് പോകുന്നതെങ്കിൽ അവിടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ പൂവിൽ നിന്ന് ഗന്ധത്തെ എടുത്തുകൊണ്ട് പോകുന്ന പോലെ നമ്മുടെ ജന്മവാസനകളും കർമ്മവാസനകളും ഒക്കെ ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സ് പേറിക്കൊണ്ടാണ് പോവുക. അപ്പൊ തിരിച്ചു വന്നിട്ട് ഒരു ശരീരം കിട്ടിയാൽ ഈ പറയുന്ന ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ പ്രകടമാക്കണം. അവിടെ സാത്വിക പ്രകൃതി ഉള്ളവർ ജനിച്ചു മരിച്ചാലും മരിച്ചു ജനിച്ചാലും അവർക്ക് ഈ സാത്വിക ആഹാരമായിരിക്കും ഇഷ്ടം. അത് എത്ര വലിയ മാംസാഹാരം കഴിക്കുന്ന തമോ ഗുണപ്രിയരായിട്ട് ഇടയിൽ അസുരീ ജന്മങ്ങളുടെ ഇടയിൽ വന്ന് ജനിച്ചാലും സാത്വിക സ്വഭാവമുള്ള ആള് സാത്വിക ആഹാരമായിരിക്കും അവർക്കിഷ്ടം. ഇനി രജോ ഗുണപ്രിയരായിട്ടുള്ളവരോ, അവർ ശരീരം പോലും മറന്നിട്ട് പണിയെടുക്കുന്നവരായിരിക്കും. അവർക്ക് എരിവും പുളിയൊക്കെ കൂടുതൽ വേണം. നമുക്ക് തന്നെ അറിയാം, നിത്യം കൂലിവേല എടുക്കുന്ന ഇല്ലെങ്കിൽ പണിയെടുക്കുന്ന ശരീരം അധ്വാനിച്ച് പണിയെടുക്കുന്നവർക്കൊക്കെ കൂടുതൽ എരിവും പുളിയൊക്കെ കഴിക്കുന്നത് അവർ, കാരണം അവർക്ക് അതിൽ നിന്നൊരു ഉത്തേജനം, ഒരു എനർജി ക്രിയേറ്റ് ആകും. അതുകൊണ്ട് അത്തരത്തിൽ ആഹാരമായിരിക്കും രജോ ഗുണപ്രിയർക്കായിട്ടുള്ളവർക്ക്. രജോ ഗുണം ഉണ്ടാകുന്നത് ബ്രാഹ്മണർ പോലും രജോ ഗുണത്തിന് അടിമകളായിട്ട് മാറിയിട്ടാണ് ഈ മസാലകൾ ചേർത്ത ആഹാരം കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം എന്നർത്ഥം. അപ്പൊ തമോ ഗുണത്തെ ആദ്യം ചെയ്യിക്കണം. അപ്പൊ അതിന് ഈ പഴകിയതും പുഴുത്തതും ഇല്ല, ഈ പാചകം ചെയ്തിട്ട് സമയക്രമം കഴിഞ്ഞിട്ട് കഴിക്കുന്ന ആഹാരം പ്രത്യേകം ശ്രദ്ധിക്കണം. അത്തരത്തിലുള്ള ആഹാരം ഉപേക്ഷിക്കുക തന്നെ വേണം. അല്ലാതെ അത് രണ്ടാമത് ചൂടാക്കി കഴിച്ചാൽ ഏറ്റവും വലിയ അപകടം. അപ്പം പിന്നെ വേറൊന്ന്, സാത്വിക ഭക്തരായിട്ടുള്ളവർ ഇതൊക്കെ കഴിക്കണ്ട, ഇതിലൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞാലും എത്ര പറഞ്ഞാലും നമ്മുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് നമ്മൾ ആഹാരം ഇഷ്ടപ്പെടുന്നു, അതനുസരിച്ച് കഴിക്കും. പിന്നെ മാംസ്യാഹാരങ്ങൾ കഴിക്കണ്ട എന്ന് പറഞ്ഞാലും കഴിക്കുന്നവരുണ്ടാവും, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും. പക്ഷെ കഴിക്കുന്നത്, അത് കഴിക്കുമ്പോൾ സാത്വിക കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഒരാഹാരം പാചകം ചെയ്താൽ ഞാൻ പറഞ്ഞു 2.5-3 മണിക്കൂറിനകം കഴിക്കണം. ഇനി അത്തരത്തിലുള്ള ആഹാരം കഴിച്ചാൽ തന്നെ, മാംസ്യാഹാരം പാചകം ചെയ്തിട്ട് 2.5, അതിനും 3 മണിക്കൂർ ഈ ബാധകമാണ്, ഇല്ലെങ്കിൽ പഴകും അതും. അതുകൊണ്ട് അതും പാചകം ചെയ്താലും 2.5-3 മണിക്കൂറിനകം കഴിക്കണം. എടുത്തു വെച്ചിട്ട് തലേ ദിവസത്തെ ഒന്നും കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇത് കഴിച്ചാൽ തന്നെ ഈശ്വര കാര്യങ്ങൾ, പ്രത്യേകിച്ച് സാത്വിക കർമ്മങ്ങൾ ചെയ്യുന്നത് 7 മണിക്കൂർ, അതായത് 6.5 മണിക്കൂർ തൊട്ട് 7-7.5 മണിക്കൂർ എങ്കിലും കഴിയാതെ ഒരിക്കലും സാത്വിക കർമ്മങ്ങൾ, ക്ഷേത്രദർശനമോ ഇല്ലെങ്കിൽ ജപതപാദികളോ നമ്മൾ ചെയ്യുന്നതായ വീട്ടിലിരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ പോലും 7.5 മണിക്കൂർ വരെ ചെയ്യരുത്. ഇവിടെയാണ് ചെയ്യേണ്ടത് എന്താ, ചെയ്യാൻ പാടില്ലാത്തത് എന്തൊക്കെ, ഇത് ശാസ്ത്രം അനുസരിച്ചുണ്ട്. നമ്മളിൽ ഈ തമോ ഗുണത്തിന്റെ എസൻസ് തന്നെ ഉണ്ടായാൽ, ഇല്ലെങ്കിൽ മാംസാഹാരത്തിന്റെ എസൻസ് 60 ഡേയ്സ് വരെ പ്രവർത്തിക്കുന്നു പറഞ്ഞു. പക്ഷെ അതിലും എഫക്റ്റ് കൂടുതലാണ്. അത് ദഹിച്ച് രക്തമാകുന്നത് വരെയുള്ള സമയമാണ്. മാക്സിമം 8 മണിക്കൂർ, അതായത് കഴിച്ചാൽ 6.5 മണിക്കൂർ തൊട്ട് 7 മണിക്കൂർ, അത് കഴിക്കുന്ന ആഹാരത്തിന്റെ തീവ്രത അനുസരിച്ചിരിക്കും. മാക്സിമം 8 മണിക്കൂർ കൊണ്ടൊക്കെ ആയിരുന്നു അത് ദഹിച്ച് ശരീരത്തിൽ റെഡ് ബ്ലഡ് ആയിട്ട് പരിണമിക്കുക. അതുവരെ സാത്വിക കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അത് ചെയ്യണമെന്ന് നിർബന്ധമുള്ളവരെ നമുക്ക്, കള്ളു കുടിച്ചിട്ടൊക്കെ അമ്പലത്തിൽ കയറുന്നവരൊക്കെ ഉണ്ടല്ലോ, മാംസാഹാരം കഴിച്ചിട്ട് കയറുന്നുണ്ട്. ഇതിപ്പോ കഴിച്ചോ കഴിച്ചില്ലേ എന്ന് നമുക്ക് സ്കാൻ ചെയ്യാനുള്ള സംവിധാനമൊന്നുമില്ല. പക്ഷെ അത് ചെയ്യുമ്പം നമ്മൾ ഇവിടെ യഥാർത്ഥ ഭക്തിഭാവത്തെ, ഈ ശാസ്ത്രമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ, അറിഞ്ഞവര് ഇത്തരത്തിൽ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ അതൊക്കെ ദുഃഖശോകമയപ്രദം തന്നെയാണ്, രോഗങ്ങൾക്കും ദുഃഖത്തിനും കാരണമാകും എന്ന് പറഞ്ഞാൽ അവിടെ നെഗറ്റിവിറ്റി ക്രിയേറ്റ് ആകും. അതായത് നെഗറ്റീവും പോസിറ്റീവും ഇല്ലാതെ ഒരു ബൾബ് കത്തില്ല.
കറണ്ടിന്റെ എന്ത് സാധനം വർക്ക് ചെയ്യണമെങ്കിലും നെഗറ്റീവ് ന്യൂട്രായിട്ടൊരു കണക്ഷനും ഫേസ് വർക്ക് ചെയ്യുന്നതും ഉണ്ടെന്നർത്ഥം. അപ്പം ഈ തമോ ഗുണത്തെ ഉണ്ടാക്കുന്നതായ ആഹാരത്തിന് മുഴുവൻ ഈ നെഗറ്റീവ് എനർജിയാണ് ക്രിയേറ്റ് ആകുന്നത്. അപ്പൊ അത് രണ്ടും കൂടെ നമ്മൾ സാത്വിക കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൽ പോസിറ്റീവ് എനർജിയാണ് ക്രിയേറ്റ് ചെയ്യുക. അപ്പം ഈ പോസിറ്റീവ് നെഗറ്റീവും കൂടെ ഡയറക്റ്റ് ലിങ്ക് ചെയ്താൽ സ്പാർക്കിംഗ് ഉണ്ടാകുന്ന പോലെ തന്നെയാണ് ഈ സാത്വിക കർമ്മവും തമോ ഗുണ കർമ്മവും ഒരിക്കലും ചേരില്ല. അത് ചേർക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല, ചേരില്ല എന്നർത്ഥം. അപ്പൊ അത് ദുഃഖശോകം അവിദ്യാദി ദോഷങ്ങൾ ക്രിയേറ്റ് ആകും നമ്മുടെ ശരീരത്ത് തന്നെ, നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ അനുഭവത്തിൽ ദുഃഖശോകമയപ്രദമായിട്ട് ഭാവിയിൽ മാറ്റം വരും. നമ്മൾ ആ പരിണാമം ഉണ്ടായേ പറ്റൂ, അത് അനുഭവിക്കേണ്ടതായിട്ട് വരും. അതില്ലാതിരിക്കണമെങ്കിലാണ് ഞാൻ പറഞ്ഞത് മാംസ്യാഹാരം കഴിക്കുന്നതൊക്കെ കൊള്ളാം, അത് വേണ്ടാന്ന് പറഞ്ഞാലും നിങ്ങൾ കഴിക്കും. ജന്മവാസനയുണ്ടെങ്കിൽ അത് കഴിക്കും. എന്താ ഇപ്പൊ കഴിച്ചാലെന്നുള്ള ധാർഷ്ട്യമൊക്കെ കാണിച്ചുകൊണ്ട് ചിലപ്പോൾ കഴിച്ചു എന്നിരിക്കും. പക്ഷെ കഴിക്കുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല, കഴിച്ചോളൂ. പക്ഷെ സാത്വിക കർമ്മങ്ങൾ, ജപതപാദികളോ ഒരു ക്ഷേത്ര ദർശനമോ ഒരു ആരാധനാലയത്തിൽ പോയിട്ട് പ്രാർത്ഥന നടത്തുന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 7.5 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടേ ഇത്തരത്തിലുള്ള സാത്വിക കർമ്മങ്ങൾ ചെയ്യാവൂ. ഇല്ലെങ്കിൽ അത് ചെയ്യുന്നവർക്ക് ശരീരത്തിലൂടെ തന്നെ ദുഃഖശോകമയപ്രദം അവിദ്യാദി ദോഷങ്ങളെ കൊണ്ട് ദുഃഖിക്കേണ്ടതായിട്ട് വരും. അത് രോഗങ്ങളെ കൊണ്ടായ താപത്രയങ്ങളോ ബന്ധനത്രയങ്ങളോ ഉണ്ടാകും. യാതൊരു സംശയവുമില്ല. അതിന്റെ സ്പാർക്കിംഗ് അനുവദിച്ചേ ഇല്ലെങ്കിൽ അനുഭവിച്ചേ മതിയാകും. യാതൊരു സംശയവുമില്ല. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇത് ചെയ്ത് അനുഭവിച്ചു കൊള്ളുക. അപ്പോഴേ നമുക്ക് മാറ്റം വരും. ഞാനിപ്പോ എത്രയൊക്കെ പറഞ്ഞാലും ഇത് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ അനുഭവിച്ചറിയണം. സാത്വിക ആഹാരം കഴിച്ചാലുള്ള പ്രത്യേകത എന്താ? സാത്വിക ആഹാരം എന്ന് പറയുന്നത് എന്താണ്? അത് കഴിച്ചാലുള്ള ഒരാഴ്ചയൊക്കെ കഴിച്ചു നോക്കുക, അതിനുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകാം. ഇനി അതിന് അതേ ആഹാരം പ്രസാദം മാത്രം, പ്രത്യേകിച്ചും വ്രതം നോക്കുന്ന ദിവസങ്ങളിൽ ഈ സാത്വിക ആഹാരം മാത്രം കഴിക്കുക, ഒരു നേരം മാത്രം കഴിക്കുക. ഒരു നേരം മാത്രം കഴിച്ചാൽ തന്നെ പകുതി വേറെ ആഹാരം കഴിക്കാൻ നോക്കുക. ഇങ്ങനെയൊക്കെ നമുക്ക് ആഹാരത്തിൽ കൺട്രോൾ കൊണ്ടുവരണം. അപ്പൊ തന്നെ ഇന്ദ്രിയ നിയന്ത്രണം നമുക്ക് സാധിക്കുന്നതാണ്. പിന്നെ രജോ ഗുണം ആഹാരം, എരിവും പുളിയൊക്കെ കൂടുതൽ കഴിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യേകത നമ്മുടെ ശരീരത്തിലൂടെ, നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ അനുഭവത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് അതും കഴിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഇനി പഴകിയതും പുഴുത്തതും മാംസ്യാഹാരങ്ങളും എല്ലാം കഴിച്ച് തമോ ഗുണപ്രധാനമായിട്ടുള്ള ആഹാരവും ഒരാഴ്ച കഴിച്ചിട്ട് അതിന്റെ അനുഭവങ്ങളും ഒന്ന് സ്വയം അനുഭവിച്ചറിയാം. അപ്പൊ ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഈ സത്യാഹാരം എന്താണെന്നും രജോ ഗുണാത്മകമായ ആഹാരം എന്താണെന്നും തമോ ഗുണാത്മകമായ ആഹാരം എന്താണെന്നും മനസ്സിലാക്കുകയും അത് സ്ഥിരനിഷ്ഠമായിട്ട് കഴിച്ചാൽ നമ്മുടെ ശരീരത്തുണ്ടാകുന്ന മാറ്റങ്ങളും നമ്മുടെ ജന്മവാസനയിലും കർമ്മവാസനകളിലും സ്വഭാവത്തിനും ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വേർതിരിച്ച് അറിയണം. ഞാൻ ഇത് 3 തരത്തിലുള്ള ആഹാരവും കഴിച്ച് അനുഭവത്തിലൂടെ സൃഷ്ടിച്ച അറിവാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ വ്രതം നോക്കുന്ന സമയത്തൊക്കെ 12 മണിക്കൂറൊക്കെ ആഹാരം ഒന്നും കഴിക്കാതിരിക്കും. ഇനി ഒരു നേരം കഴിച്ചാൽ തന്നെ പകുതി വേറെ ആഹാരം കഴിക്കൂ. അത് ഈ നിവൃത്തിയുള്ളിടത്തോളം സാത്വിക ആഹാരമേ കഴിക്കൂ. മസാല ചേർത്ത ആഹാരങ്ങളൊക്കെ വളരെ കുറച്ച് മാത്രമേ കഴിക്കൂ, അഥവാ കഴിക്കേണ്ടി വന്നാൽ തന്നെ. കാരണം നമുക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ പ്രത്യേകമായിട്ട് ചിലപ്പോൾ അടുക്കളയിൽ ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെ ആരെയും ബുദ്ധിമുട്ടിക്കാനും ഞാൻ ശ്രമിക്കാറില്ല. പക്ഷെ കുറച്ച് കഴിച്ചാൽ മതി. അധികം കഴിക്കുമ്പോഴാണല്ലോ നമുക്ക് അതിന്റെ ക്രിയേറ്റിവിറ്റി കൂടുന്നത്. അപ്പം പകുതി വേറെ ആഹാരം കഴിച്ചാൽ, ഇനി വിഷം കഴിച്ചാൽ ദഹിപ്പിച്ച് ശരീരത്തിൽ ശാംശീകരിച്ച് അത് നമുക്ക് ഉണർവ് നൽകുന്ന വിധത്തിൽ മാറിക്കോളും. അങ്ങനെ ഒരു സിദ്ധി കൂടി മനുഷ്യനുണ്ട്. അപ്പം നമ്മൾ പകുതി വേറെ ആണ് ആഹാരം കഴിക്കുന്നതെങ്കിൽ ഏത് തരത്തിലുള്ള ആഹാരം കഴിച്ചാലും വേണ്ടില്ല, അതിനൊക്കെ നമുക്ക് ജയിക്കാൻ സാധിക്കും. അതിന്റെ സ്വഭാവം ക്രിയേറ്റ് ആകുന്നതിൽ നിന്നും ജയിക്കാൻ സാധിക്കുന്നു മാത്രം. ഞാൻ പറഞ്ഞില്ലേ, കഴിക്കുന്ന ആഹാരത്തിൽ വിഷം കലർത്തിയിട്ട് കഴിച്ചാലും അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തി നമ്മുടെ ശരീരത്തിന് തന്നെയുണ്ട്. പക്ഷെ അത് പകുതി വയറാൽ മാത്രമേ കഴിക്കാവൂ. അമിതമായാൽ അമൃതും വിഷമാകും എന്ന ചൊല്ല് ഓർത്തിരിക്കും. അതുകൊണ്ട് ഈ 3 ശ്ലോകങ്ങൾ പ്രത്യേകമായിട്ട് പഠിച്ച് അത് ആഹാരത്തിന്റെ വ്യത്യാസങ്ങളും നമ്മുടെ സ്വഭാവത്തിലുള്ള വേരിയേഷൻസും മനസ്സിലാക്കിക്കൊണ്ട് ആഹാര വിഹാരതികൾ ശ്രദ്ധിക്കണം എന്ന് 6-ാം അധ്യായത്തിൽ യോഗനിഷ്ഠയ്ക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ഉപദേശിക്കുമ്പോൾ
ഇതാണ് ആഹാരവിഹാരത്തിലുള്ള ശ്രദ്ധ നമുക്കുണ്ടാകാൻ. അതിൻ്റെ വ്യത്യാസങ്ങൾ സാത്വികാഹാരവും രജോഗുണാത്മകവും തമോ ഗുണാത്മകമായിട്ടുള്ള ആഹാരത്തിൻ്റെ വ്യത്യാസവും നമുക്ക് ഇപ്പോൾ ഏത് തരത്തിലുള്ള ആഹാരമാണ് ഇഷ്ടം എന്ന് കണ്ടുപിടിക്കുകയും അതിനെ തമോ ഗുണത്തിൽ നിന്നും രജോ ഗുണത്തിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവന്ന് സാത്വിക ആഹാരത്തിൽ സ്ഥിരനിഷ്ഠമാക്കി നിർത്തുമ്പോഴാണ് നമ്മളിൽ സാത്വിക പ്രകൃതി വളരുക, ആ സംസ്കാരം ഉണ്ടാകുക. ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ആവശ്യമുള്ള അറിവുണ്ടാകണമെങ്കിൽ, ആ അറിവിനെ പ്രയോജനപ്പെടുത്തണമെങ്കിൽ, ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തി സുഖത്തിലും പ്രീതിയിലും സമാധാനത്തിലും ജീവിക്കണം, അനായാസന ജീവിതം നയിക്കണമെങ്കിൽ സാത്വിക ആഹാരപ്രിയരായിട്ട് മാറണം. അത് നിത്യജീവിതത്തിൽ ഒരു നേരം ഭക്ഷണം കഴിച്ചുകൊണ്ട് പകുതി പേർ ആഹാരം കഴിച്ചുകൊണ്ട് നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കാൻ സാധിച്ചാൽ, 21 മണിക്കൂറും പ്രവർത്തിക്കാൻ സാധിച്ചാൽ, ആ വ്യക്തി യഥാർത്ഥത്തിൽ യോഗിയായി ഭവിക്കും. യോഗസ്ഥ കുരുകർമാണി സംഘം തെക്വാ ധനഞ്ജയ സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വ സമത്വം യോഗ ഉച്ചതേ എന്ന കർമ്മയോഗത്തിൽ 2-ാം അധ്യായത്തിൽ കർമ്മകാണ്ഡം പറയുമ്പോൾ ഭഗവാൻ പറഞ്ഞത് ഓർത്തിരിക്കുക. അങ്ങനെ എല്ലാവർക്കും നമുക്ക് യോഗാവസ്ഥയിലേക്ക് ഉയരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഈ ആഹാരത്തെ പറ്റി മാത്രം ചർച്ച ചെയ്തുകൊണ്ട് ഇന്ന് ഭഗവാന്റെ പാദങ്ങൾ സമർപ്പിക്കാം. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.